കുട്ടികളുടെ സോഷ്യൽ മീഡിയ ഉപയോഗത്തിന് വിലക്ക് ഏർപ്പെടുത്തുക എന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. എന്നാൽ യുണൈറ്റഡ് കിങ്ഡം അത് തീരുമാനിക്കുന്നു. 16 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് സേവനങ്ങൾ നൽകുന്നതിൽ നിന്ന് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളെ വിലക്കുമെന്ന് പ്രധാനമന്ത്രി കെയർ സ്റ്റാമർ അറിയിച്ചു. കൂടുതൽ വിവരങ്ങൾ നൽകാൻ നമ്മുടെ സെൻട്രൽ ന്യൂസ് ഡെസ്കിൽ നിന്ന് കൃഷ്ണ ചെറിയാൻ തത്സമയം ചേരുകയാണ്. പറയൂ കൃഷ്ണ, ഗുഡ് മോർണിംഗ് അഗെയിൻ. വെരി ഗുഡ് മോർണിംഗ് എസ് കെ എൻ. ഇപ്പം നമുക്കറിയാം, നമ്മൾ പഴയ തലമുറയിലൊക്കെ നമ്മൾ പറയായിരുന്നു കൊച്ചുവായിൽ വലിയ വർത്തമാനം പറയുകയാണ്. അത് ഒരു ചെറിയ കുട്ടികൾ വലിയ കാര്യങ്ങളെക്കുറിച്ച് പറയുന്നതിനാണ്. പക്ഷേ ഇപ്പം നമുക്കറിയാം, ഓരോ കുഞ്ഞു കുട്ടികളെ നമ്മൾ നോക്കുമ്പോൾ അവരൊരു ഏർലി അഡൽട്ട്ഹുഡിലേക്ക് പോകുന്നതാണ്. അതിൻ്റെ പ്രധാന കാരണം ഈ സോഷ്യൽ മീഡിയയുടെ ഉപയോഗമാണ്. അവരെ ഒരു ചെറിയ ശരീരത്തിൽ ഒരു മുതിർന്ന മനുഷ്യർ ചിന്തിക്കുന്നത് പോലെയും പ്രവർത്തിക്കുന്നത് പോലെയുമാണ്. അപ്പോൾ അവരുടെ ബാല്യം അവർക്ക് നഷ്ടമാകുന്നു. അപ്പോൾ ലോകത്തുള്ള എല്ലാ രാജ്യങ്ങൾക്കും മേലും ഒരു സമ്മർദ്ദമുണ്ട്. ഈ കുഞ്ഞുങ്ങളുടെ ഈ സോഷ്യൽ മീഡിയയുടെ അമിത ഉപയോഗം അത് നിർത്തലാക്കണം. അപ്പൊ അങ്ങനെ വന്ന ആ സമ്മർദ്ദത്തിന് ശേഷമാണ് ഇപ്പോൾ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കിയർ സ്റ്റാമർ പറഞ്ഞിരിക്കുന്നത്, നമുക്ക് കുഞ്ഞുങ്ങളെ അവരുടെ ബാല്യം തിരിച്ചു കൊടുക്കണം. അവര് ഫീൽഡിൽ ഇറങ്ങട്ടെ, അവർ കളിക്കട്ടെ, ഓടിച്ചാടി നടക്കട്ടെ, അവർ കുഞ്ഞുങ്ങളായി തന്നെ റിമെയിൻ ചെയ്യട്ടെ എന്നാണ് അദ്ദേഹം പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ 16 വയസ്സിന് താഴെയുള്ള കുഞ്ഞുങ്ങൾക്ക് സോഷ്യൽ മീഡിയ ഉപയോഗത്തിന് വിലക്ക് ഏർപ്പെടുത്തും. അത് 2027 മാർച്ചോടുകൂടെ ആ വിലക്ക് ഏർപ്പെടുത്താനാണ് അദ്ദേഹം പ്ലാൻ ചെയ്യുന്നത്. ഇൻസ്റ്റഗ്രാം, ഫേസ്ബുക്ക്, യൂട്യൂബ്, ടിക്ടോക്ക്, സ്നാപ്ചാറ്റ്, എക്സ് ഇതൊക്കെ UK നിരോധിക്കാൻ പോവുകയാണ് കുട്ടികൾക്ക്. അത് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഈ സേവനദാതാക്കളോട് പറയും, ഏജ് കൃത്യമായി പരിശോധിക്കുക, 16 വയസ്സിൽ താഴെയാണെങ്കിൽ അവരെ ആ ഉപയോഗത്തിൽ നിന്ന് വിലക്കുക. ഇത് ആരംഭിച്ചത് ഓസ്ട്രേലിയയാണ്. കഴിഞ്ഞ ഡിസംബർ 10-ാം തീയതി, അതായത് ലോക ഹ്യൂമൻ റൈറ്റ്സ് ഡേയിലാണ് ഓസ്ട്രേലിയ ഇങ്ങനെ ഒരു നിയമത്തിലേക്ക് പോയത്. അതിനുശേഷം ഓസ്ട്രേലിയൻ കുട്ടികൾ ഈ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നതിന് പുതിയ മാർഗങ്ങളൊക്കെ കണ്ടെത്തി. നമുക്കറിയാമല്ലോ, ഒട്ടകം സൂചിക്കുഴയിലൂടെ കടക്കില്ല എന്ന് പറയുമ്പോൾ ആ സൂചിക്കുഴ വലുതാക്കി കൊടുക്കുന്ന ഒരു പ്രോസസ്സ് ഉണ്ടല്ലോ എന്ന് പറഞ്ഞതുപോലെ തന്നെ അവർ അമ്മമാരുടെയും അച്ഛന്മാരുടെയും ഒക്കെ ID ഉപയോഗിച്ച് ലോഗിൻ ചെയ്ത് ഉപയോഗിക്കാനൊക്കെ തുടങ്ങി. പക്ഷേ ഇപ്പോഴും 70% കുട്ടികൾ ഇവിടെ ഉപയോഗിക്കുന്നു എന്ന് പറയുന്നു. എന്നാലും ആ മട്ടിൽ ആദ്യമായി ഒരു നീക്കം നടത്തിയത് ഓസ്ട്രേലിയയാണ്. അതിനുശേഷം കാനഡ, പിന്നീട് ബ്രസീൽ, അതേപോലെ തന്നെ മലേഷ്യ, ഇന്തോനേഷ്യ ഈ രാജ്യങ്ങളിലൊക്കെ കുട്ടികൾക്ക് സോഷ്യൽ മീഡിയ വിലക്കുണ്ട്. ഡെൻമാർക്കിലും ഫ്രാൻസിലും ഒക്കെ ആണെങ്കിൽ 15 വയസ്സാണ് സോഷ്യൽ മീഡിയ ഉപയോഗിക്കാനുള്ള പ്രായപരിധിയായിട്ട് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയിൽ അങ്ങനെ ഒരു വിലക്ക് നിലവിലില്ല. പക്ഷേ നമ്മളും അതേപോലെ കുട്ടികളിലെ സോഷ്യൽ മീഡിയ ഉപയോഗം ഒന്ന് പരിമിതപ്പെടുത്താനുള്ള ആലോചനയൊക്കെ ഉണ്ട്. പക്ഷെ അത് വളരെ ഈസി അല്ല ചെയ്യുന്നത്. കുട്ടികൾക്കാണെങ്കിലും അവർ ബുദ്ധിയുള്ളവരാണ്. അപ്പോൾ അവർ പുതിയ പുതിയ മാർഗങ്ങൾ കണ്ടെത്തി ഏതെങ്കിലും തരത്തിൽ ഈ സോഷ്യൽ മീഡിയ ഉപയോഗിക്കും. പക്ഷേ ഈ സോഷ്യൽ മീഡിയ ഉപയോഗം മൂലം അവരുടെ മാനസികാരോഗ്യത്തിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ അത് ഒഴിവാക്കുക, അവരെ കുട്ടികളായി തന്നെ നിലനിർത്തുക, ഇതാണ് ഈ ഒരു നീക്കത്തിന് പിന്നിൽ. അവരുടെ ലൈവ് സ്ട്രീമിംഗ് തടയും, അതുപോലെ തന്നെ അൺലിമിറ്റഡ് ബ്രൗസിംഗ് തടയും, രാത്രികാലങ്ങളിലെ ബ്രൗസിംഗ് തടയും. ഇതൊക്കെയാണ് UK ചെയ്യാൻ പോകുന്ന 2027 മാർച്ചോടെ ഇതിന് തുടക്കമാകും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.